നമുക്കൊരു മധുരം കഴിക്കണമെന്ന് തോന്നിയാലേ എന്തെങ്കിലും ഒന്ന് എളുപ്പമുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നുമല്ലേ. എന്തായാലും പായസം ഈസി അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതും എന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള പായസം കേട്ടോ നമ്മുടെ സേമിയ പായസം. ഇന്ന് അതാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ രാഗിയും വേറെ സാദാ സേമിയ, നമ്മൾ സാദാ ഉള്ള സേമിയയും കൂടെ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. 2 കപ്പ് പാല്, ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് തിള വരുന്നതോടുകൂടെ ഈ റാഗി മെല്ലെ കട്ടകെട്ടാകെ തൂകി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം എടുക്കണം. നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. എന്തായാലും സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിഷ് തന്നെയാണ്. ഒരുപാട് പായസങ്ങളുണ്ട് നമ്മൾ തയ്യാറാക്കുന്നതിലും സേമിയ പായസത്തിന് ഒരു പ്രത്യേക രുചി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഒരു സേമിയ പായസം ആവട്ടെ എന്ന് കരുതി. ഇതിങ്ങനെ റാഗിയുടെ ഒരു സ്മെല്ലും പാലിൻ്റെ ആ സ്മെല്ലും എല്ലാം കൂടെ മിക്സായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളൊരു ഡിഷാണിത്. അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി ഇതിങ്ങനെ സെറ്റായി വരുമ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് അതിൽ പാല് കുറവുള്ളതെന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരവും ഏലക്കയൊക്കെയാണ് പിന്നെ ഇതിൽ ചേർക്കേണ്ടത്. അതൊക്കെ നമുക്ക് ഇതിങ്ങനെ വെന്ത് വരുന്നതോടെ കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് നേരം അടച്ച് വെച്ച് ഇത് വേവിക്കണം, എന്നാലും നല്ലൊരു സെറ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇത് അടച്ച് വെച്ച് കുറച്ച് നേരമായി, നന്നായി വെന്തിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അത് നല്ലപോലെ വെന്ത ഒരു രൂപത്തിലേക്ക് ഇതിപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമനുസരിച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും നമുക്ക് ചേർത്ത് കൊടുക്കണം. പകുതി കുറച്ച് ഞാൻ ഇതിന് മുന്നേ ഇപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര, എന്നാലേ അതിൽ നന്നായി പിടിക്കുകയുള്ളൂ. ഇനിയൊരു 4-5 സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ആവശ്യമനുസരിച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് കുറുകിയത് ഒന്ന് സെറ്റാവാനാണ്. ഇപ്പോൾ നന്നായി തെളിഞ്ഞ ഒരു കുറുകിയ രൂപത്തിലുള്ള പായസമായിട്ടുണ്ട്. ഇനി ഒരു 6 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി മിക്സ് ആക്കുക. കുറച്ച് നേരം അതൊന്ന് തിളയ്ക്കാൻ വെക്കണം. ഒരു ചെറിയ നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിൻ്റെ നല്ലൊരു മണം രുചിയെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഈ പാലും ഏലക്കാപ്പൊടിയും പഞ്ചസാരയൊക്കെ കൂടി ചേർന്ന് സേമിയ 2 തരം സേമിയയിൽ വെന്ത് വരാൻ നല്ല ടേസ്റ്റിലാണുള്ളത്. ഇനി ഇതിലേക്ക് അത് ഗാർണിഷ് ചെയ്യാനും കൂടിയിട്ട് 2 ടീസ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി നല്ല ഒരു പായസം തയ്യാറായി. ഈ ഡിഷ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുതേ. നിങ്ങളിങ്ങനെ തന്നെയാണല്ലോ സേമിയ പായസം തയ്യാറാക്കുന്നത്. ഇനി ഇതിനെ കൂടുതൽ രുചികരമാക്കാനെന്ന രീതിയിൽ പലരും മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നുണ്ട്. ഞാൻ ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് മതി, നമുക്ക് ഒരു ഹോംലി ഡിഷായിട്ട് ഇങ്ങനെ മതി എന്ന രീതിയിൽ ചെയ്തതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല രുചിയാണ്. നെയ്യിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും സേമിയയുടെയും പാലിൻ്റെയൊക്കെ ആ ഒരു രുചി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. റാഗി പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സേമിയ രൂപം തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് ഈ ഡിഷ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിവരം അറിയിക്കണേ.